ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇതാ വളയത്തുള്ള എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ചക്ക ഉണ്ട്, ചക്ക ലാവിൻ്റെ വലിപ്പം കണ്ടതാ. താഴത്തുനിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു, കയ്യെത്തും ദൂരത്താ ചക്ക. അങ്ങനെ അമ്മമ്മേൻ്റെ 16 കഴിഞ്ഞ് 16 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിങ്കളാഴ്ച 16 തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. സാധാരണ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരം ഇവിടെ വീട്ടിലെത്തിയപ്പോൾ രാത്രി 11 മണിയായി സമയത്താണ് പോകുന്നത്. അങ്ങനെ 16 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മമ്മ പോയിട്ട് ഇന്നേക്ക് 10-24 ദിവസം ആവാനായി. അപ്പോൾ ഇത്ര വേഗം ദിവസങ്ങൾ പോണ 16 കഴിഞ്ഞു. പിന്നെ ഇതാന്ന് പറയുമ്പോഴേക്കും മാസങ്ങൾ പിന്നെ വർഷങ്ങളാവും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നഷ്ടപ്പെടുന്നൊരു അനുഭവം, വേദന ഉണ്ടാകുമ്പോഴാണ് നമുക്കതിൻ്റെ ഭീകരത, അതിൻ്റെ ആഴം, അതിൻ്റെ എത്രത്തോളം വേദന നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു ഫീലിംഗാണ്. 10-16 ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ പോന്നപ്പോഴേ അതിലേറെ ഫീലിങ്. പിന്നെ ഇപ്പോൾ മിസ് ചെയ്യാറുണ്ട്, ഏറ്റവും മിസ് ചെയ്യുന്ന അമ്മമ്മേനെ തന്നെയാണ്. അതിന് ഞാനിങ്ങനെ നമുക്ക് മറക്കണമല്ലോ അല്ലേ, ഓരോരുത്തരായിട്ട് അങ്ങനെ പോകുമല്ലോ, അങ്ങനെ വിചാരിക്കാം. ഇപ്പോൾ 16 ദിവസം അമ്മേൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ അമ്മാച്ചനും മാമനും മാമിയും 2 മക്കളും അമ്മേൻ്റെ അനിയത്തി ടീച്ചറമ്മയും മാത്രമേ ഉള്ളൂ. അവർ ഭയങ്കര സങ്കടമായിട്ടാണ് ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ ശീലം. ഞങ്ങൾ ചക്ക കയ്യെത്തും ദൂരത്താണ് കേട്ടോ. നല്ല ചക്കയാണ്. പിന്നെ പുഴുക്കുണ്ടാക്കിയാലും നല്ലതാണ്, പഴുത്താലും നല്ല രസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടി കഴിഞ്ഞു, ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി മീൻ കറി വെക്കണം. അങ്ങനെ ഓരോ പണികളിലാണ് കേട്ടോ. ഇനി നമ്മുടെ ജീവിതം വീണ്ടും തുടങ്ങുകയാണ്. ഇവിടെ വന്നാൽ പിന്നെ ആകെ നിശബ്ദതയാണ്. സ്കൂളും കൂടി ഉണ്ടെങ്കിൽ ഒറ്റ സൗണ്ടും കേൾക്കില്ല. എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു സൗണ്ടും കേൾക്കുന്നില്ല. കാക്ക പോലും കരയുന്നില്ല. അപ്പോൾ എനിക്ക് കാക്കേനെയും കോഴിനൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല. ചോറും കറിയൊക്കെ വെക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാനൊന്നും വലിയൊരു മൂടില്ല. പിന്നെ ഒരു കാര്യം, മരിച്ചു പോയവർക്കൊന്നും അറിയണ്ട, ജീവിച്ചിരിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ വേദന അല്ലേ? സത്യമല്ലേ? അത് ശരിയാണ്. നമ്മളതിൻ്റെ ഓർമ്മകളും ഇങ്ങനെ വേദനിച്ച് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടങ്ങനെ വേദനയായി. ഇങ്ങനെ നമുക്ക് ഏറ്റവും ചെയ്യാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ പ്രകൃതി നിയമം. അപ്പോൾ അതങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്കാണ് പോവാം. അപ്പോൾ ഇന്ന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി മീൻ വയ്ക്കാനുണ്ട്, വെള്ളരി കറി വയ്ക്കണം, മത്തി മീൻ വെറ്റിച്ചെടുക്കണം. സാധാരണ മീൻ വരാൻ നേരത്തെ വരും. ഇന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടോ മീൻ വന്നത്. മത്തി കൊഞ്ച്. ഇതെന്താ വേറെ കരിമീനോ? ഇങ്ങനെതാ പിടക്കുന്ന മത്തിയാണ്. എൻ്റെ കൂടെ ഒരു പൂച്ചയും വരുന്നുണ്ട്. നന്നാക്കാൻ വന്നപ്പോൾ ഒരാൾ നിൽക്കണുണ്ടോ? പോയി ഫോണും കൊണ്ട് പോടോ. അങ്ങനെ മീനൊക്കെ വെട്ടിക്ക് വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ മത്തി കൊടുന്നാൽ ഏത് മീനും കൊടുന്നാലും ആദ്യം ഉപ്പിട്ടൊന്ന് നല്ല ഉരച്ച് കഴുകും, എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മീനിൻ്റെ മേലിലെ ചെതുമ്പലൊക്കെ വേഗം പോവുമല്ലോ. ഇപ്പോൾ പൂച്ചകൾ എൻ്റെ ചുറ്റുമുണ്ട്. മത്തിയൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചാൽ കേട്ടോ. ഇനി പുളിയൊക്കെ പിഴിഞ്ഞ് തക്കാളിയൊക്കെ ഇട്ടിട്ട് വെറ്റിച്ചങ്ങോട്ട് എടുക്കും. വെറ്റിക്കുക നല്ല വെറ്റിക്കുക. കറി വെക്കാൻ വെള്ളരി ഉണ്ട്, കറി വയ്ക്കാൻ പയറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത് തന്നെ, വെള്ളരി മോര വെച്ച കറി, പയർ തോരൻ. അങ്ങനെ ഞാനിതാ വെള്ളരി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലൊരു മോരൊഴിച്ച് കൂട്ടാൻ അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മോരൊഴിച്ച് വയ്ക്കുമ്പോൾ സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ, ഞാൻ വെക്കുന്ന പോലെ തന്നെയാണാവോ എല്ലാവരും വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ ഉപ്പും
ഇത് വേവിച്ചെടുത്തിട്ട് നാളികേരം അരച്ചൊഴിച്ചിട്ട് മോരൊഴിക്കും. കുക്കറിലാട്ടോ വയ്ക്കുന്നത്, എളുപ്പത്തിൽ വയ്ക്കാണ്. അതാണല്ലോ നമ്മൾ പണി. കുക്കറിൽ ഇതാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു. നല്ല വേവില്ല അരിയാണ് കേട്ടോ. 1 മണിക്കൂർ വേണം വേവാൻ. അങ്ങനെ ചോറൊക്കെ വാർത്തിച്ചു, മീൻ ഇതാ വറ്റിച്ച് വെച്ചു. പിന്നെ കുക്കറിൽ ഇതാ വെള്ളരി നാളികേരമൊക്കെ അരച്ച് വെച്ചു. ഇനി മോരൊഴിക്കാൻ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നല്ല ചൂടല്ലേ, ആ ചൂടിന് തിന്നാൻ പറ്റിയൊരു സാധനമാണ് തൈര്. നമ്മുടെ തണ്ണിമത്തൻ, വത്തക്ക. വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ, പിന്നെ ഒരുപാട് ന്യൂട്രീഷൻസ്, പിന്നെന്താ ആൻറ്റി ഓക്സിഡൻസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയ സാധനം കേട്ടോ. പണ്ട് ഞങ്ങൾ സ്കൂൾ പഠിച്ച സമയത്ത് ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇട്ടില്ലേ പുഴേൻ്റെ അടുത്ത് പച്ചക്കറി, അവിടെ അച്ഛൻ മത്തനും തണ്ണിമത്തനും കൃഷി ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം പുഴയിൽ പോകുമ്പോൾ അച്ഛൻ കാണാതെ നല്ല മൂത്ത തണ്ണിമത്തൻ പറിച്ചിട്ട് ഞങ്ങളൊന്ന് പൊടിച്ച് തിന്നും. അടിപൊളി. ഇന്നലെ വാങ്ങിയ മോരാട്ടോ, നല്ല പുളിയുണ്ട്. അങ്ങനെ മോര് കറി ഇതാ ഇനി വറുത്തിടട്ടെ. കറി വറുത്തിടാം. കടുകിട്ടു. കറിവേപ്പില. മോര് കൂട്ടാനിതാ സെറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മ അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ അമ്മമ്മേൻ്റെ മരണവിവരം അറിഞ്ഞിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സും ഇവിടെ അടുത്തുള്ളവരും പിന്നെ എൻ്റെ ഓഫീസിലുള്ളവരും പിന്നെ എൻ്റെ കുഞ്ഞു ചാനലിലൂടെ കമൻറ്റിലൂടെയൊക്കെ എന്നെ അനുശോചനം അറിയിച്ചവരുണ്ട് കേട്ടോ. പിന്നെ അമ്മ മരിച്ച ദിവസം ഇവിടുന്ന് അമ്മയും അനിയനും ഇവിടുത്തെ രണ്ടാമത്തെ മാമനും ചെറിയ മാമനും മാമിയാണ് ഞങ്ങളെ കൂടെ പോകുന്നത്. സത്യം പറഞ്ഞാൽ അവരൊന്നും കൊണ്ടുപോകണ്ട, അത്രയും ഒത്തിരി ദൂരമല്ലേ, അതുകൊണ്ട് അവരൊന്നും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് എനിക്ക് കരുതുന്നു. പക്ഷെ അവരും ഞങ്ങളുടെ കൂടെ പോകുന്നു. പിന്നെ അമ്മമ്മയുടെ 16-ൻ്റെ അതായത് 16-ൻ്റെ തലേന്ന് ഇവിടെ പ്രസാദേട്ടൻ്റെ വല്യച്ഛൻ്റെ മക്കളും മരുമക്കളും അച്ഛൻ്റെ പെങ്ങളുടെ മക്കളും മരുമക്കളും അങ്ങനെ ഒരുപാട് 10-12 ആൾക്കാർ അമ്മേൻ്റെ വീട്ടിൽ വന്നു. പിന്നെ മമ്പാടുള്ള എൻ്റെ വീട്ടിലും വന്നു. അങ്ങനെ ഞങ്ങളെ ദുഃഖത്തിലൊക്കെ പങ്കുചേർന്ന ആൾക്കാർ ഞാനൊന്നും അവർ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ വന്നവരും വിളിച്ചവരും കമൻറ്റിലൂടെ അനുശോചനം അറിയിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. താങ്ക് യു.